നമസ്കാരം. വാവിട്ട വാക്കിൽ കുടുങ്ങി വീണ്ടും പുലിവാല് പിടിച്ചിരിക്കുകയാണ് BJP നേതാവ് PC ജോർജ്. മതവിദ്വേഷ കലാപാഹ്വാന കുറ്റം ചുമത്തി PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് ആദ്യമല്ല. നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ PCയുടെ വിദ്വേഷ പ്രസംഗത്തിൽ അതിനാടകീയമായ അറസ്റ്റ് കേരളം കണ്ടതാണ്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ PCയോട് അടങ്ങിയിരിക്കാൻ കോടതി പറഞ്ഞുവെങ്കിലും തയ്യാറായില്ല. വീണ്ടും മതവിദ്വേഷ പരാമർശവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജാമ്യവ്യവസ്ഥ തെറ്റിച്ചതിൻ്റെ പേരിൽ ജാമ്യം റദ്ദാക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ അതുകൊണ്ടൊന്നും പഠിക്കുന്ന ലക്ഷണമില്ല PC. അടുത്തിടെ ഒരു ചാനൽ ചർച്ചയിൽ PC നടത്തിയ വിദ്വേഷ പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ PC പോലീസ് പിടികൂടാതെ കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു. PCയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല എന്നാണ് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇന്ന് PC കോടതിയിൽ കീഴടങ്ങിയത്. കോടതിയിൽ കീഴടങ്ങിയ PC ജോർജിനെ വൈകിട്ട് 6 മണിവരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തെ കസ്റ്റഡി ആവശ്യമായിരുന്നു പോലീസ് കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ 4 മണിക്കൂർ മാത്രമേ കസ്റ്റഡി അനുവദിച്ചുള്ളൂ. സമയം കഴിഞ്ഞാൽ വീണ്ടും PCയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. 3 വർഷം മുമ്പ് തിരുവനന്തപുരം അനന്തപുരിയിൽ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ PC ജോർജ് നടത്തിയ പരാമർശം വലിയ തോതിൽ വിവാദമായിരുന്നു. അന്ന് ഈരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി ഫോർട്ട് പോലീസ് അതിനാടകീയമായി PCയെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അന്നും വലിയ പ്രതിഷേധവുമായി BJP രംഗത്തെത്തിയിരുന്നു. കേസിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടിയായിരുന്നു പോലീസ് കോടതിയിൽ അന്ന് സ്വീകരിച്ചത്. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു വന്നു. പിന്നീട് കർശന ജാമ്യ വ്യവസ്ഥയുടെ ജാമ്യം കിട്ടി PC പുറത്തിറങ്ങി. എന്നാൽ അടങ്ങിയിരിക്കാൻ PC തയ്യാറായിരുന്നില്ല. ഇതിന് വിപരീതമായി പാലാരിവട്ടത്ത് മറ്റൊരു സ്ഥലത്ത് PC ഇത്തരത്തിൽ മതവിദ്വേഷ പരാമർശം നടത്തി. അതോടെ പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലാരിവട്ടം പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്തെ കേസിൽ ജാമ്യവ്യവസ്ഥയുടെ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരത്തെ കേസിൽ ജാമ്യം റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് 2 കേസിലും PC ജോർജ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഒടുവിൽ ജാമ്യം നൽകി. ഈ ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കെയാണ് വീണ്ടും PCയുടെ ഭാഗത്തുനിന്നും വിദ്വേഷ പരാമർശം ഉണ്ടായിരിക്കുന്നത്. കലാപാഹ്വാനവും മതസ്പർദ്ധ പടത്തലും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ സോളാർ പീഡന കേസിലെ പരാതി നൽകിയ മറ്റൊരു പീഡന പരാതിയിലും PC ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി കടന്നുപിടിച്ചുവെന്നും ഫോണിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നുമായിരുന്നു പരാതിയിൽ പറഞ്ഞത്. കേസ് മ്യൂസിയം പോലീസായിരുന്നു അന്ന് എടുത്തത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.